ഇന്ന് ഡേ 16 ആണ്. അപ്പോൾ കമ്മിങ് 100 days ചലഞ്ചിൽ സ്ലോ കാർഡിയോ ആൻഡ് റെസ്റ്റ്. ഒരു 3 to 4 days വെയിറ്റ് ട്രെയിനിങ് കാണും. അതിൻ്റെ ഇടയിൽ റെസ്റ്റ് ഉണ്ടാവും. ഫുൾ ഡേ റെസ്റ്റിൻ്റെ തന്നെ വാക്കിംഗ് ആയിരിക്കും. ഒരു 10,000 15,000 സ്റ്റെപ്സ് ആണ് എൻ്റെ ഫോക്കസ്. ഇതൊക്കെ ആയിരിക്കും, ഇൻക്ലൂഡിങ് മൈ ക്ലയൻറ്റ് ആൾസോ ഡൂയിങ് ദിസ്. ഓക്കെ, കീപ് വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ്. അറിയാമല്ലോ, ഇവിടെ വരുമ്പോൾ ഉള്ളൊരു സുഖം അത് ഒരിടത്തും കിട്ടില്ല. ഇവിടെ നിന്നാണ് എൻ്റെ ഫാറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. മ്യൂസിയം ഇവിടെയൊക്കെ ഞാൻ പഴയ വീഡിയോ കൂടെ ആഡ് ചെയ്യാം ഇതിൽ. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഗ്രൗണ്ടിൽ നിന്ന് നടക്കാനോ വാക്കിങ്ങോ എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറ്റ് പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അതായിരിക്കും നല്ലത്. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്തായാലും. ഇതുപോലെ നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മിസ്റ്റർ ടോം. ടോമും ഞാനും കൂടെ ഇവിടെ ജോഗ് ചെയ്യണം. പിന്നെ വേറൊരു ചേട്ടനുണ്ട്, മാധവേട്ടൻ. അങ്ങനെ കുറേ പേര് ഇവിടെ ഉണ്ടായിരുന്നു എന്നോടൊപ്പം ജോഗ് ചെയ്യാനും കാര്യങ്ങൾ. കുറേ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. 5 kilometer റണ്ണിങ് എങ്ങനെ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് വാച്ച്. ചാനലിൽ തന്നെ ഉണ്ട്, 3 years ബാക്ക് വ്ളോഗാണ് ബാക്കി. സോ കുറച്ച് സൺ എക്സ്പ്ലോഷർ കൂടുതലാണ്. സോ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ വാക്കിങ്ങിന് പോകുമ്പോൾ കുറച്ച് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. ഞാൻ ഇന്ന് ഉപയോഗിക്കാറില്ല, ഇനി ഉപയോഗിച്ച് തുടങ്ങണം. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, ഉറപ്പായിട്ട് റിസൾട്ട് ബാക്കിൽ നിന്ന് വരും. കീപ് ട്രൈങ്. One day I will show. എൻ്റെ ഗോൾ ഞാൻ നിങ്ങളെ കാണിക്കും, എൻ്റെ ഡ്രീം തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും. സോ കീപ് ഗോയിങ് ഗൈസ്. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ നോക്ക്. ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ ലൂസ് ചെയ്യാൻ നോക്ക്. ബോഡി വെയിറ്റ് കുറയ്ക്കും. ആവശ്യമില്ലാത്ത ബോഡിയിൽ വെയിറ്റ് വെച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. ഇവിടെ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം വാക്കിങ്, പിന്നെ ജോഗിങ്, പിന്നെ വെയിറ്റ് ട്രെയിനിങ്. സിറ്റിയിൽ മിക്കയിടത്ത് ഇത് വെച്ചിട്ടുണ്ട്. യൂസ് ദീസ്. ഓക്കെ, ബോട്ടിലൊക്കെ ഇടാനാണ്. ഇപ്പോൾ കറക്റ്റ് 30 minutes കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ വാക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണം. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ്. ഇതാണ് ബേസിക്. വീട്ടിൽ ഒന്ന് കൈ ഫ്രഷായി, നല്ല വിശപ്പുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാൻ പോയാണ്. 3 eggs 2 ദോശ, കുറച്ച് ചിക്കൻ കറിയുടെ ഗ്രേവി, വെജ് സാലഡ്. ഇത്രയേ ഉള്ളൂ. ഫ്രൂട്ട്സ് ആയിട്ട് ചിലപ്പോൾ ഞാൻ ബനാന കഴിക്കത്രേ ഉള്ളൂ. ചിലപ്പോൾ ഒരു ഡേറ്റ്സും കഴിച്ചെന്ന് വരും. നെക്സ്റ്റ് ടൈം കുറച്ച് ഫ്രൂട്ട്സ്, എഗ്. ഇതാണ് എൻ്റെ ലഞ്ച്.
ഒന്നുമില്ല, കേട് ഒരു 30 ഗ്രാം 20 ഗ്രാം കേട് വരും, 150 ഗ്രാം റൈസ്, അതുപോലെ ചിക്കൻ ഒരു 150 ഗ്രാം, മിക്സഡ് സാലഡ്, പംകിന്, കോളിഫ്ലവർ, കഴിക്കുന്ന വെജിറ്റബിൾ എല്ലാം, പിന്നെ ഒരു 3 എഗ് വൈറ്റ്. 3 എഗ് വൈറ്റ് കഴിക്കാൻ കാരണം മോർണിംഗിൽ 3 എഗ് വൈറ്റ് കഴിക്കാൻ മറന്നുപോയല്ല, ആക്ച്വലി കഴിക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലായിരുന്നു. സോ പിന്നെയാണ് കഴിച്ചത്. ഇതാണ് എൻ്റെ ലഞ്ച്, സിമ്പിൾ. പിന്നെ കുറച്ച് മാങ്ങാച്ചാറ്. ഇത് കഴിച്ചെന്ന് പറഞ്ഞ് ഫാറ്റ് വരത്തൊന്നും കിട്ടും. പറയാം, നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് ഡയറ്റ് എടുത്ത് നല്ലോണം ഭക്ഷണം കഴിച്ച് വെയിറ്റ് കുറയ്ക്കാൻ നോക്കണം. അല്ലാതെ ഫാൻസി ഫുഡ് വെച്ച് വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയിട്ട് അതൊരിക്കലും അങ്ങേറ്റം വരെ എത്തില്ല. കൂടിപ്പോയി 2 വീക്സ് അല്ലെങ്കിൽ 1 മന്ത് അതിൻ്റെ അകത്ത് നിങ്ങൾ ബ്രേക്ക് ആവും, ഫാറ്റ് ലോസ് ആവില്ല, ഒന്നും നടക്കില്ല. വീട്ടിൽ കിട്ടുന്ന ഭക്ഷണം കൊണ്ട് കഴിക്കുക, കിട്ടുന്ന ഭക്ഷണം വെച്ച് കഴിച്ച് ഫാറ്റ് ലോസ് ഉണ്ടാകുക.